به للمقدة من لسانه يفقهوا قولي. الله سبحانه وتعالى നമുക്ക് നാഫിയായ ഇൽമും അറിവും നമ്മുടെ ചലനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു ആഖിറത്തിൽ വിജയികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രംഗം നമ്മൾ പറഞ്ഞു ഒരു സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചരിത്രം നമുക്ക് തുടരാം. അതിൻ്റെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് അത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ എന്ന് പറയും, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലായിട്ട് നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴായി ജമാഅത്ത് നിസ്കരിക്കുന്നത്. ആ ജമാഅത്ത് ഒരു പക്ഷെ പള്ളിയിലെ ജമാഅത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമാം അല്ലെങ്കിൽ ഒറ്റ മാമൂം അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് തുടരേണ്ടത് എന്ന് പലർക്കും അറിയാത്ത രൂപത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യമായി അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ആദ്യം അതിലേക്ക് കടക്കാം. ഒരു 3 ആള് ഇപ്പോൾ വേണം, ഒരു 2 ആൾ എണീക്ക്. ബാവൻ്റെ അമ്മയുടെ ബാവരി പറഞ്ഞത് ബാവ ഇപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഒരാളും കൂടി വന്നാൽ റാത്തായി. ബാവ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ആൾ വന്ന് തുടരുകയാണ്, അല്ലെങ്കിൽ പിന്നെ 2 ആളും വന്ന്. അപ്പോൾ ഒറ്റടി ബാങ്ക് ഇക്കാമത്ത് കൊടുക്കൽ സുന്നത്താണ്. അങ്ങനെ പിന്നെ തുടരുകയാണ്. അപ്പോൾ ഒരാളും ഒരു ഇമാമും ഒരു മമൂമാണെങ്കിൽ ഇദ്ദേഹം വലത് ഭാഗത്ത് നിന്ന്. ഇനി 3ാമതൊരാൾ വന്നു, ഒരാളും കൂടി വന്നാൽ റാത്തായി. 3ാമതൊരാൾ വന്നു. 3ാമതൊരാൾ വന്നാൽ ഇപ്പോൾ നമ്മളിപ്പോൾ അസർഭാഗം വന്ന് ചില ആളുകൾ എന്താ ചെയ്യലെന്ന് പറഞ്ഞാൽ ഈ സൊഫിലാണ്ട് നിൽക്കും, എന്നിട്ട് ഈ ആളെങ്ങനെ ഒറ്റ വലിക്കലാണ്ട് വലിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 3ാമത്തെ ഈ ആൾ വന്നാൽ ഇമാമിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുകയും, അപ്പോൾ ഈ ആൾക്ക് തിരിഞ്ഞു എൻ്റെ കൂടെ ഒരാളും കൂടെ തുടരാൻ വന്ന ആളാണെന്ന് തിരിഞ്ഞു. എന്നിട്ട് 2 ആളും കൂടെ മെല്ലെ മെല്ലെ സൊഫായി നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മളെന്താക്കും, വലത് ഭാഗത്ത് ഒരാൾ നിൽക്കും, 3ാമത്തെ ആൾ വന്നാൽ ഇയാൾ പിടിച്ചാൽ ഒറ്റ വഴി വലിച്ചിട്ട് ബാക്കിലേക്ക് നിർത്താൻ പാടില്ല. അതൊരു നിയമമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം. പലപ്പോഴായി നമ്മളത് മുഖേന നമ്മൾ ശരിയായ റൂട്ടിലൂടെ പോകുമ്പോൾ അതിനൊരു വലിയ മഹത്വം. ഇനി നമ്മൾ നോക്കുക, ഇപ്പോൾ ഇങ്ങനെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക 2ാമത്തെ കാര്യം. അപ്പോൾ വലത് ഭാഗത്തൊരാൾ, ഇടത് ഭാഗത്തൊരാൾ. ഇപ്പം നമ്മൾ പള്ളിയിൽ തന്നെ ഇഖാമത്ത് കൊടുത്താൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇമാമിൻ്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആദ്യം വലത് ഭാഗം, പിന്നെ ഇടത് ഭാഗം, പിന്നെ വലത് ഭാഗം, പിന്നെ ഇടത് ഭാഗം, പിന്നെ വലത് ഭാഗം, പിന്നെ ഇടത് ഭാഗം. ഈ രൂപത്തിലാണ് നിൽക്കണം. ഇതെല്ലാവരും കൂടെ വലത് ഭാഗത്ത് പോയി രസം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മളെ പല്ല് നോക്കി എന്തൊരു ഭംഗിയാണ്. ആ പല്ലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആ രൂപത്തിൽ അല്ലാഹു തആല നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു തആല ഭംഗിയുള്ളവനാണ്, ഭംഗിയെ അല്ലാഹു ഇഷ്ടപ്പെടും. അപ്പോൾ ആ രൂപത്തിൽ ഭംഗിയായിട്ട് നമ്മൾ സുഫ് കെട്ടണം. അപ്പോൾ എല്ലാവരും കൂടെ വലത് ഭാഗത്ത് നിൽക്കരുത്, എല്ലാവരും കൂടെ ഇടത് ഭാഗത്ത് നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെ നിൽക്കണം. ഒരാൾ വലത് ഭാഗം, പിന്നെ ഇടത് ഭാഗം, പിന്നെ വലത് ഭാഗം, പിന്നെ ഇടത് ഭാഗം. അപ്പോൾ നമ്മളിങ്ങനെ മുഖെടുത്ത് കയറി വരുമ്പോൾ നോക്കേണ്ടത് വളരെ കൃത്യമാണ്. ഇനി ഞാൻ നിൽക്കേണ്ടത് ഇടത് ഭാഗമാണോ വലത് ഭാഗമാണോ നോക്കുക. അപ്പോൾ ഈ ഭാഗം കുറച്ച് കേപ്പുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിൽക്കുക,
ഈ ഭാഗം കുറച്ച് കയറിപ്പെട്ട് ഇങ്ങോട്ട് നിൽക്കുക. അങ്ങനെ നല്ല രൂപത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്വഫിന് ഒരു ബലം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആ രൂപത്തിൽ ആപ്പിക്കൊടുക്കുന്നു. ആ രൂപത്തിൽ നമുക്ക് സ്വഫായി നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ പിന്നിൽ ഒരുപക്ഷെ ഒരാൾ ഇമാമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാപ്പാൻ്റെ മുന്നിൽ ഒരു മകന് നിൽക്കുക. അപ്പോൾ മകന് നിൽക്കേണ്ടത് വാപ്പയുടെ വലതുഭാഗത്താണ്. പിന്നെ നമ്മുടെ ഉമ്മയുണ്ട് എങ്കിൽ ആ ഇമാമിൻ്റെ നേരെ ബാക്കിലാണ് നിൽക്കേണ്ടത്, ഇടതുഭാഗത്തല്ല. ആ ഉമ്മ നിൽക്കേണ്ടത് നേരെ ബാക്കിൽ. അങ്ങനെ സൊഫ് കെട്ടണം എന്നതാണ് നിയമം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുവാഫിഖ്, മസ്ബൂഖ്. ആരാണ് മുവാഫിഖ്, ആരാണ് മസ്ബൂഖ്? മുവാഫിഖ് എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹക്ക് ഓതാൻ സമയം ലഭിച്ച ആൾക്കാണ് മുവാഫിഖ് എന്ന് പറയുന്നത്. ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ച ആൾക്കാണ് മുവാഫിഖ് എന്ന് പറയുന്നത്. മസ്ബൂഖ് എന്ന് പറഞ്ഞാലോ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്ത ആൾക്കാണ് മസ്ബൂഖ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മുവാഫിഖായ ആൾ, മുവാഫിഖ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരണം, ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ച ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഫാത്തിഹ ഓതുന്നതിനിടയിൽ ഇമാം റുക്കൂയിലേക്ക് പോയി. ഇമാം റുക്കൂയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് ആ റുക്കൂ കിട്ടിയിട്ടില്ലെങ്കിലും മൂന്ന് പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒന്ന് റുക്കൂ, അതുപോലെ തന്നെ ഇഅ്തിദാൽ, സുജൂദ്. ഈ സുജൂദിൽ നിന്ന് ഉയരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഇമാമിൻ്റെ കൂടെ 3 റുക്കിന് പിന്നാതെ എങ്ങനെയായിട്ട് പോയാൽ അവന് റക്അത്ത് ലഭിക്കും. മറ്റൊരാളാണ് മസ്ബൂഖ്. ഈ മസ്ബൂഖ് എന്ന് പറഞ്ഞ ആൾ ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ചിട്ടില്ല, റുക്കൂയിലേക്ക് പോയ ആളാണ്. അദ്ദേഹം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഒരു 2 വരി ഓതിയപ്പോഴേക്ക് ഇമാം റുക്കൂയിലേക്ക് പോയി. അപ്പോൾ മഅ്മൂമിന് ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ചിട്ടില്ല ഇമാമിൻ്റെ കൂടെ. അദ്ദേഹം വേഗം റുക്കൂയിലേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ ആ റക്അത്ത് ഇമാമ് ചുമക്കും. നേരെ മറിച്ച് അങ്ങനെ തന്നെ നിന്നാലോ, അങ്ങനെ തന്നെ നിന്നു എങ്കിൽ ഒരു റക്അത്ത് അദ്ദേഹം മടക്കി നിസ്കരിക്കണം, ഒരു നിയമം. മറ്റൊന്ന്, ഇദ്ദേഹം മസ്ബൂഖാണ്, ഫാത്തിഹ ഓതാൻ സമയം ലഭിച്ചിട്ടില്ല. അപ്പോൾ ഓടി വന്നിട്ട് അദ്ദേഹം റുക്കൂയിലേക്ക് പോയി. റുക്കൂയിലേക്ക് അങ്ങ് പോവുകയും ഇമാം ഇങ്ങോട്ട് ഉയരുകയും ചെയ്തു. റുക്കൂയിലേക്ക് അദ്ദേഹം പോകുന്നു, ഇമാം ഉയരുകയും ചെയ്തു. അഥവാ ഇമാമിൻ്റെ റുക്കൂയിൽ ഒരു സുബ്ഹാനല്ലാഹയുടെ ഒരു ഖദർ അദ്ദേഹം ഇമാമിൻ്റെ കൂടെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ റുക്കൂയിൽ ഇമാമിനോട് കൂടെ ഒരു തുമഇനീനത്ത്, ഒരു അടങ്ങി ഒതുക്കമുള്ള ആ ഒരു തുമഇനീനത്ത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് റുക്കൂ കിട്ടിയില്ലേ, എനിക്ക് പിന്നെ മടക്കി നിസ്കരിക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യായവും പറയാൻ പറ്റൂല. അദ്ദേഹം ഒരു റക്അത്ത് നിസ്കരിക്കണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പലപ്പോഴായി നമ്മുടെ മുതിർന്ന കാരണവന്മാർ ചെറുപ്പക്കാരായ ആളുകളോട് ഉപദേശിക്കാൻ പറ്റൂല. അവർ പറയാം, എനിക്ക് റുക്കൂ കിട്ടിയിട്ടില്ലേ. ഈ റുക്കൂ നമുക്ക് കിട്ടിയത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം റുക്കൂയിലേക്ക് പോയി ഇവൻ വരുന്നു, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നു. അവൻ റുക്കൂയിലേക്ക് തുടരുമ്പോഴേക്ക് ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, എനിക്ക് ഇമാമിൻ്റെ കൂടെ ഒരു സുബ്ഹാനല്ലാഹയുടെ ഖദർ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇമാം സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഓരോ റക്അത്ത് ഞാൻ മടക്കി നിസ്കരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മടക്കി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആർക്കാ നഷ്ടം? നമുക്ക് തന്നെയാണ് നഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കാരത്തിൻ്റെ 5ാമത്തെ ഫർളാണ് റുക്കൂ എന്ന് പറയുന്നത്. ആ റുക്കൂ വളരെ ഒതുക്കത്തോടുകൂടെ ചെയ്യേണ്ട ഒരു പുണ്യമായ കർമ്മമാണ്. അത് എങ്ങനെയാണ് അദ്ദേഹം ചെയ്യേണ്ടത്? അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ഫുഖഹാക്കൾ പറയുന്നു, അവൻ്റെ ഉള്ളം കൈകൾ കാൽമുട്ടിൽ എത്തും വിധത്തിൽ അദ്ദേഹം കുനിയണം. എന്നാൽ
ഫലാ യക്ഫി ഉസൂലുൽ അസാബി, അദ്ദേഹത്തിന്റെ വിരലിങ്ങനെ നീട്ടിയാൽ അദ്ദേഹത്തിന്റെ മുട്ടിലേക്ക് എത്തും. ആ രൂപത്തിൽ കുനിഞ്ഞാലും അദ്ദേഹത്തിന് ആ റുകൂഅ് മതിയാവുകയില്ല. എന്നിട്ട് ഫുഖഹാക്കൾ പ്രത്യേകം പറയുന്നു, ഫലൗ ഹവാലി സുജൂദി തിലാവ, ഒരാള് നിസ്കാരത്തിൽ തിലാവത്തിന്റെ ഓത്തിന്റെ സുജൂദ് തിലാവത്തിന്റെ ആയത്തെത്തി, അഥവാ സുജൂദ് ഓതുന്ന സമയത്ത് സുജൂദ് ചെയ്യേണ്ട ആയത്തെത്തി, സജദയുടെ ആയത്ത്. ആ സജദയുടെ ആയത്തെത്തിയാൽ അദ്ദേഹം സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അത് നിസ്കാരത്തിലും നിസ്കാരമല്ലാത്തതിലും സുന്നത്താണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം സജദയുടെ ആയത്തിങ്ങനെ ഓതി നേരെ കുനിയാൻ വേണ്ടി ഇങ്ങനെ പോവുക, സുജൂദിക്ക് ഇങ്ങനെ പോവുക. അപ്പോൾ റുക്കുവിൻ്റെ പരിധി എത്തിയപ്പോൾ അദ്ദേഹം മനസ്സിലായി, ഇനിയിപ്പോൾ സുജൂദ് ചെയ്യേണ്ട, റുക്കു കണ്ട് ചെയ്യാം എന്ന് കരുതിയാലും അദ്ദേഹത്തിന് ലം യക്ഫി, അത് മതിയാകൂല. അദ്ദേഹം ഉദ്ദേശിച്ചത് സജദയുടെ ആയത്തോതിയല്ലോ, ഇനി ആ സുജൂദ് ചെയ്യണം എന്ന് കരുതിയിട്ട് അദ്ദേഹം കുനിഞ്ഞതാണ്. പിന്നെ റുക്കുവിലേക്ക് ആ മാറ്റിയാൽ അദ്ദേഹത്തിന്റെ റുക്കു സ്വഹീഹല്ല. എന്നിട്ട് ഫുഖഹാക്കൾ പറയുന്നു, എന്നാൽ ഒരു മനുഷ്യൻ അതിൻ്റെ പരിപൂർണ സുന്നത്തോടുകൂടെ റുക്കൂ ചെയ്യുക എന്നുള്ളത് അവന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. അങ്ങനെ അവൻ പരിപൂർണമായ സുന്നത്തെടുക്കുമ്പോൾ അതിൻ്റെ സുന്നത്തുകൾ മുഴുവനും പാലിക്കണം. ആ സുന്നത്തുകളിൽ ഒന്നാണ് അവൻ റുക്കൂയിലേക്ക് പോകുമ്പോൾ അവൻ്റെ 2 കൈകളും ചുമലിന് നേരെ ഉയർത്തൽ സുന്നത്താണ്. അപ്പൊ നമ്മൾ ചിലപ്പോഴൊക്കെ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, ഉദാഹരണത്തിന് ഫാത്തിഹ ഓതി കഴിഞ്ഞു, ഒരു ഖുൽ ഹുവല്ലാഹു ഓതി, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നും പറഞ്ഞു നേരെ ഈ കൈ ഇങ്ങനെ അയച്ചു കാണ്ടല്ല നമ്മൾ റുക്കൂയിലേക്ക് പോകേണ്ടത്. മറിച്ച് ആ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയതിനു ശേഷം റുക്കൂയിലേക്ക് പോവുകയാണോ, അവൻ എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം റുക്കൂയിലേക്ക് പോകേണ്ടത്. റുക്കൂയിലേക്ക് കൈ ഉയർത്തിയിട്ടാണ് അദ്ദേഹം റുക്കൂയിലേക്ക് പോകേണ്ടത്. എന്നിട്ട് ഇതിന്റെ സുന്നത്തുകളിൽ പറയുന്നു, അവന്റെ തക്ബീറുകളൊക്കെ അവൻ നീട്ടണം. ഈ തക്ബീർ എന്താണ്? നീക്കുപോക്കുകളുടെ തക്ബീറാണ്. ആ തക്ബീറുകളെ അവൻ നീട്ടണം. അപ്പൊ റുക്കൂയിലേക്ക് പോകുകയാണോ, റുക്കൂയിലെത്തുന്നത് വരെ അവൻ നീട്ടണം. അല്ലാഹു അക്ബർ, മനസ്സിലായി? ഇനി സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുകയാണോ, അപ്പോഴോ ഒരു നീട്ടൽ ഇതുവരെ അവൻ ഖിയാമിലേക്ക് എത്തുന്നത് വരെ. അതെന്തിനാണ്? അവന്റെ നിസ്കാരം മുഴുവനും ഒരു വിടവുമില്ലാതെ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നു. എല്ലാ ഭാഗങ്ങളും നോക്കിയാലും ഒരു കേപ്പ് അവന് കിട്ടുന്നില്ല, അവൻ മുഴുവനും ദിക്റിൽ മുഴുകുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതെ, നമ്മളെ തങ്ങപ്പാപ്പ പറഞ്ഞ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ മസ്ബൂക്ക് അതിലൊന്നും കൂടെ ഉണർത്താനുള്ളൊരു സംഗതിയാണ്. ഒരാൾ പെട്ടെന്ന് തക്ബീർ വുദു എടുത്ത് വന്നു, ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞ് അദ്ദേഹം ഇമാം സൂറത്ത് ഓതി നേരെ റുക്കൂയിലേക്ക് പോകാനുള്ള സമയമാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നെ വജ്ഹത്ത് ഒന്നും ഓതാൻ പാടില്ല. നേരെ അദ്ദേഹം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി അദ്ദേഹം ഫാത്തിഹ ഓതണം. അഥവാ അദ്ദേഹം വജ്ഹത്ത് ഓതിയാൽ ആ വജ്ഹത്തിന്റെ അത്രയും ഖദർ ഫാത്തിഹയിൽ നിന്ന് ഓതിയാൽ മാത്രമേ ഈ ഇമാം അദ്ദേഹത്തിന്റെ റക്അത്ത് ചുമക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ വേഗം മസ്ബൂഖാണ് എങ്കിൽ പിന്നെ വജ്ഹത്തുവിലേക്കോ ഔദുവിലേക്കോ കടക്കാൻ പാടില്ല, സുന്നത്തിലേക്കും കടക്കരുത്. മറിച്ച് അവൻ നേരെ കടക്കേണ്ടത് ഫാത്തിഹയിലേക്കാണ് കടക്കേണ്ടത്. നേരെ ഫാത്തിഹ ഓതണം. അത്രയും ഖദർ എത്രയാണോ നമുക്ക് കിട്ടുന്ന കേൾപ്പ് അത്രയും നമ്മൾ ഫാത്തിഹയിലെ ആയത്ത് ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് തസ്വിയത്തു ദ്വഹിരിൻ വഉനുഖിൻ വറഅസിൻ ഹത്താ തസീറ കസഫീഹത്തിൻ വാഹിദ. റുക്കൂയിലേക്ക് അങ്ങ് പോയാൽ അവന്റെ മുതുകും വഉനുഖിൻ അവന്റെ പിരടിയും വറഅസിൻ അവന്റെ തലയും ഹത്താ തസീറ കസഫീഹത്തിൻ വാഹിദ, ഒരു പലക ഇങ്ങനെ വെച്ചതുപോലെ. ഇത് ചിലപ്പോൾ എന്താവും, തല ഇങ്ങനെ കുറച്ച് കീപ്പെട്ട് അല്ലെങ്കിൽ തല ഇങ്ങനെ പൊന്തിയിട്ട് മുതുകും ഇങ്ങനെ, അങ്ങനെ ആകാൻ പാടില്ല. എല്ലാ ഭാഗങ്ങളും തലയും പിരടിയും മുതുകും എല്ലാം
ഒരേ ലെവലിൽ അവൻ വെക്കണം. അപ്പോഴാണ് അതിൻ്റെ സുന്നത്ത് കിട്ടുകയുള്ളൂ. വീണ്ടും പറയുന്നു, നസ്ബു റുക്ബതൈഹി വതസ്രീഖുഹുമാ ഖദറ ശിബിരി. അവൻ്റെ കാൽമുട്ട് ഒരിക്കലും അടുപ്പിച്ച് വെക്കാൻ പാടില്ല. ആ കാൽമുട്ട് ഒരു ചാണെങ്കിലും ഒരു ചാണിൻ്റെ കതിറെങ്കിലും അവൻ വിടർത്തി വെക്കണം. എന്നിട്ട് പറയുന്നു, അവൻ്റെ രണ്ട് കാൽമുട്ടിനെ അവൻ രണ്ട് മുൻകൈ കൊണ്ട് പിടിക്കണം. അത് അവൻ വിരലുകൾ അടുപ്പിച്ച് വെക്കരുത്, തുറന്നിട്ടാണ് പിടിക്കേണ്ടത്. അതാവും അങ്ങനെ വിടർത്തി അങ്ങനെ വല്ലാതെ കഷ്ടപ്പെടേണ്ടതില്ല. സാധാരണ മിതമായ രൂപത്തിലാണ് അവൻ വിടർത്തേണ്ടത്. എന്നിട്ടോ അയ്യഖൂല ഫീ റുകൂഇഹി, അവന്റെ റുകൂഇൽ അവൻ പറയണം സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി എന്നവൻ പറയണം. ഈ ദിക്ർ ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ ദിക്ർ തെറ്റ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന ഈ ഐന് പറയാതെ സുബ്ഹാന റബ്ബിയൽ അദീം, സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് പറയുമ്പോൾ ലദീം ആകുന്നത് ലദീം, അത് തെറ്റായി പോകുന്നു. സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി. പലപ്പോഴായി തെറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ തന്നെ ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേ രൂപത്തിൽ തന്നെ ഒരാളോട് സലാം പറയണം, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ തെറ്റായി പോയി. അസ്സലാമു അലൈക്കും, ഈ അതിന് പലപ്പോഴും അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ തെറ്റായി പോവുകയാണ്. പലപ്പോഴായി ആ സലാം നമുക്ക് കിട്ടാതെയായി പോകുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരാളോട് സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഈ രൂപത്തിൽ നമ്മൾ ശീലിക്കണം. നമ്മുടെ ആ ശീലം അങ്ങനെ ആയി ഒരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, ഇത് നമ്മൾ മാറ്റുക തന്നെ വേണം. ഇതേ രൂപത്തിൽ തന്നെ സുബ്ഹാന റബ്ബിയൽ അദീം, ലദീം എന്ന് പറയുമ്പോൾ തെറ്റായി പോയി. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, ഈ ദിക്ർ അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ ചൊല്ലണം. ഒറ്റക്ക് നിസ്കരിക്കുകയാണോ, ധാരാളം ദിക്റുകൾ നമുക്ക് ചൊല്ലാനുണ്ട്. അതിൽ ഒറ്റ ദിക്റാണ് അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅലക സംഇ വബസരി വമുഖി വഅളമി വഅസ്ബി വശഅരി വമസ്തഖല്ലത് ഖദമി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ലക റകഅതു, അല്ലാഹുവേ നിനക്ക് ഞാൻ റുകൂ ചെയ്തു. വബിക ആമൻതു, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. വലക അസ്ലംതു, നിന്നെ ഞാൻ കീഴ്പ്പെട്ടു, നിനക്ക് വേണ്ടി ഞാൻ കീഴ്പ്പെട്ടു. ഖശഅലക സംഇ വബസരി വമുഖി വഅളമി വഅസ്ബി, എൻ്റെ അസ്ഥിയും എൻ്റെ കണ്ണും എൻ്റെ മജ്ജയും എൻ്റെ മാംസവും എൻ്റെ മുടിയും എല്ലാം മാത്രമല്ല വമസ്തഖല്ലത് ഖദമി, എന്നെ വഹിച്ചിട്ടുള്ള എൻ്റെ ഈ എൻ്റെ ഈ മുഴുവൻ ശരീരങ്ങളും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബേ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കീഴ്പ്പെട്ടിട്ടുള്ളത് എന്ന ഈ ദിക്ർ പറ്റുമെങ്കിൽ അതും ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅഖീമുസ് സ്വലാത വആതൂസ് സകാത വർകഊ മഅറാകിഈൻ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുത്തു വീട്ടണം. വർകഊ മഅറാകിഈൻ, റുകൂ ചെയ്യുന്നവരോടൊപ്പം റുകൂ ചെയ്യുക. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ജൂതന്മാരുടെ നിസ്കാരത്തിൽ റുകൂ ഉണ്ടായിരുന്നില്ല. അതിനാൽ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ നിസ്കാരത്തിൽ റുകൂ ചെയ്യണമെന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, ജമാഅത്ത് നിർബന്ധമാണ് എന്നതിന് ഈ ആയത്ത് തെളിവായി ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ റുകൂ ചെയ്യുന്നവരോടൊപ്പം റുകൂ ചെയ്യണം. അപ്പൊ വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിക്കും, നിങ്ങൾക്ക് റുകൂ ചെയ്യുന്നവരോടൊപ്പം റുകൂ ചെയ്യാൻ പറ്റൂല. പള്ളിയിലേക്ക് വരുമ്പോഴോ മുഅ്മിനീങ്ങളെ കൂടെ റുകൂ ചെയ്യുന്നവരോട് കൂടെ നിങ്ങൾക്ക് റുകൂ ചെയ്യാൻ പറ്റും എന്നും പറയുന്നു. മാത്രമല്ല എന്ന് പറഞ്ഞത് റുകൂ ചെയ്യാനുള്ള നിർദ്ദേശം അത് നല്ല ഭക്തി വേണമെന്നും വിനയം വേണമെന്നും അതിൽ നിന്നും നമുക്ക് മുഫസ്സിറുകൾ അവരുടെ തഫ്സീറിൽ നമ്മെ രേഖപ്പെടുത്തുകയാണ്. കാരണം റുകൂഇന്റെ ഭാഷ അർത്ഥം എന്ന് പറയുന്നത് അത്തവാദു, വിനയം എന്നതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ മുഅ്മിനീങ്ങളെ,
മാ യഅ്മലുല്ലദീ യർഫഉ റഅസഹു ഫീ സ്വലാത്തിഹി ഖബലൽ ഇമാമി അൻ യുഹവ്വിറല്ലാഹു സൂറതഹു ഫീ സൂറത്തി ഹിമാർ. ഇമാമിന്റെ മുമ്പ് ഒരിക്കലും നിങ്ങൾ തല ഉയർത്താൻ പാടില്ല. റുക്കൂ ഇങ്ങനെ ചെയ്യാണ്. നമുക്കൊരു സുബ്ഹാനല്ലാഹിൽ അളീമി വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദിഹി ദിക്ർ ചൊല്ലാൻ നേരല്ല. ഒന്ന് അങ്ങോട്ട് പോകുമ്പോഴും വേഗം തല ഉയർത്തണം എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇമാം സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോഴല്ലാതെ ഇമാമ് ഉയരുന്നതിന് ശേഷമല്ലാതെ നിങ്ങൾ ഉയരാൻ നിൽക്കരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ആ 3 ദിക്ർ നിങ്ങൾ ചൊല്ലണം. മാത്രമല്ല മാ യഅ്മനുല്ലദീ യർഫഉ റഅസഹു ഫീ സ്വലാത്തിഹി ഖബലൽ ഇമാമി, ഒരു ഇമാമിന്റെ പിന്നിലാണ് അദ്ദേഹം നിൽക്കുന്നത് എങ്കിൽ ആ ഇമാം തല ഉയർത്തുന്നതിന് മുമ്പ് ഒരാൾ അദ്ദേഹത്തിന്റെ അഥവാ മഅ്മൂം അദ്ദേഹത്തിന്റെ തല ഉയർത്തിയാൽ അയ്യുഹവ്വിറല്ലാഹു സൂറതഹു ഫീ സൂറത്തി ഹിമാർ, അദ്ദേഹത്തിന്റെ തല അല്ലാഹു കഴുതകളുടെ രൂപത്തിലാക്കുന്നതിൽ നിന്ന് ആരും നിർഭയരല്ല. അപ്പൊ അത്രയും വളരെ ഭക്തിപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ റുകൂഉം നിങ്ങളുടെ സുജൂദും നിലനിർത്തണം എന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാൽ സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ഇമാമത്തായി നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം സുമ്മ അഖ്ബല അലൈനാ ബിവജ്ഹിഹി, ആ ഇമാമത്ത് നിന്നതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിന്നതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു, ഇന്നി ഇമാമുക്കും ഫലാ തുബാദിറൂനി, ഞാൻ നിങ്ങളുടെ ഇമാമാണ്, നിങ്ങൾ എന്നേക്കാൾ മുൻകടക്കാൻ പാടില്ല. റുകൂ കൊണ്ട് മുൻകടക്കാൻ പാടില്ല. വലാ ബിസ്സുജൂദി, സുജൂദ് കൊണ്ട് മുൻകടക്കാൻ പാടില്ല. വലാ ബിൽ ഖിയാമി, ഖിയാം കൊണ്ടും നിങ്ങൾ മുൻകടക്കാൻ പാടില്ല. വലാ ബിൽ ഇൻസിറാഫി, സലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിരിയാനും പാടില്ല. ഫൈനി അറാകും മിൻ അമാമി വമിൻ ഖൽഫി, തീർച്ചയായും ഞാൻ എൻ്റെ മുൻഭാഗം കാണുന്നത് പോലെ എൻ്റെ പിൻഭാഗത്തുള്ള നിങ്ങളെയും ഞാൻ കാണുന്നു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വലിയ മുഅ്ജിസത്താണ്. നമ്മൾ മുൻഭാഗം എങ്ങനെയാണോ കാണുന്നത് അതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിൻഭാഗത്തുള്ളതിനെയും കാണാൻ കഴിയുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം ആരുടെ അധീനതയിലാണോ അവനെ തന്നെയാണ് സത്യം. ലൗ റഅയ്തും മാ റഅയ്തു ലദഹിക്തും ഖലീലാ, ഞാൻ കണ്ടതിനെ എങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലദഹിക്തും ഖലീലാ, നിങ്ങളുടെ ചിരി നിങ്ങൾ കുറക്കുമായിരുന്നു. വലബഖൈതും കസീറാ, നിങ്ങൾ കരച്ചിൽ അധികരിപ്പിക്കുന്നവരാകും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, കുൽനാ, അല്ലയോ നബിയെ ഞങ്ങൾ ചോദിച്ചു. സ്വഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, മാ റഅയ്ത യാ റസൂലല്ലാഹ്, തങ്ങൾ എന്താണ് കണ്ടത് നബിയെ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട്, നരകവും ഞാൻ കണ്ടിട്ടുണ്ട്. സ്വർഗത്തിൽ നല്ലതുപോലെ അമൽ ചെയ്തവർ സ്വർഗീയ ഭവനത്തിൽ ഉല്ലസിക്കുന്നത് ഞാൻ കാണുന്നു. അതുപോലെ തിന്മ ചെയ്തവർ അവർക്കുള്ള ശിക്ഷയും ഞാൻ നരകത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഗതി അങ്ങ് പറഞ്ഞപ്പോഴേ സ്വഹാബത്ത് പേടിക്കുകയാണ്. ഇതേ രൂപത്തിൽ നമുക്ക് പേടി വേണം, റബ്ബിനെ കുറിച്ചുള്ള പേടി. പടച്ചോനെ, ഈ ദുനിയാവ് അത് നശ്വരമാണ്, ശാശ്വതമായൊരു ലോകം എനിക്ക് വരാനുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, ഞാൻ ഏത് പാർട്ടിയിൽ പെടും എനിക്കൊരു ഉറപ്പുമില്ലല്ലോ. അർഹമുറാഹിമായ അല്ലാഹ്, സ്വർഗത്തിന്റെ അധികാരി ഞങ്ങളെ എല്ലാവരെയും ചേർത്തി തരണേ അല്ലാഹ്. അപ്പൊ രൂപത്തിൽ നമ്മളൊക്കെ വളരെ പരിപൂർണമായിട്ട് ചെയ്യണം എന്നതാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. 4-ാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ബലിപെരുന്നാൾ ആഘോഷിച്ചു ദുൽഹിജ്ജ 10, ദുൽഹിജ്ജ 11, 12, 13 ഈ ദിവസങ്ങൾ
അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് ഹറാമാക്കപ്പെട്ട ദിവസങ്ങൾ ഒരു വർഷത്തിൽ 360 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം നോമ്പ് ഹറാമാണ്. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അയ്യാമു തശ്രീഖിന്റെ 3 ദിവസം അഥവാ ദുൽഹിജ്ജ 11, 12, 13. ഒരു വീട്ടില് ഗസ്റ്റായിട്ട് കുറച്ച് ആളുകൾ വന്നു. അപ്പോ ഗസ്റ്റായി വന്നാൽ അവരെ ആദരിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വേണ്ടി ചായയും ഒക്കെ എടുത്തു വെച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അവരെ ക്ഷണിച്ചപ്പോൾ അവർ പറയാണ് നോമ്പാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കഴിഞ്ഞ ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീഖാണ്. ആ അയ്യാമു തശ്രീഖിന്റെ ദിവസം നോമ്പ് നോറ്റ് വന്നിട്ടുണ്ട്. ഏത് നോമ്പ്? വ്യാഴാഴ്ച നോമ്പ്. അയ്യാമു തശ്രീഖ് എന്ന് പറയുന്നത് കഴിഞ്ഞ എത്ര ഡേറ്റ്? 20-ാം തീയതി. 20-ാം തീയതി അയ്യാമു തശ്രീഖിന്റെ 3-ാമത്തെ ദിവസമാണ്. അവിടെ അദ്ദേഹം നോമ്പ് നോറ്റാൽ ആ നോമ്പ് സ്വഹീഹല്ല. വ്യാഴാഴ്ച നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷേ ഏത് ദിവസം ഇങ്ങനൊരു ദിവസം വന്നാൽ പിന്നെ അവിടെ ഒരു നോമ്പില്ല, അതൊക്കെ നസ്ഖായി പോയി എന്ന് ചിന്തിക്കാത്തവരുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു ഹറാമാക്കിയ ഒരു ദിവസം നമ്മൾ നോമ്പ് നോൽക്കാൻ പാടില്ല. അപ്പൊ ഒരു വലിയ സൂഫിസം നമുക്ക് കടന്നുകൂടാൻ പാടില്ല. അത് വലിയ അപകടം ചെയ്യും. അപ്പൊ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുകയാണെങ്കിൽ വലിയ പെരുന്നാൾ, കഴിഞ്ഞ വലിയ പെരുന്നാൾ ഉണ്ടായത് 17-ാം തീയതി തിങ്കളാഴ്ചയാണ്. ആ ദിവസം ഞാൻ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നു എന്ന് പറയുന്നത് അത് അക്രമമാണ്, ധിക്കാരമാണ്, അല്ലാഹുവിനോടുള്ള ധിക്കാരമാണ്. അങ്ങനെ ഒരു ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തർക്കും ഓരോ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മൈലാഞ്ചി ഇടൽ പുരുഷന് ഹറാമാണ്, സ്ത്രീക്ക് ഹലാലാണ്. അപ്പൊ ഒരു പുരുഷൻ ചിന്തിക്കുക, പെരുന്നാളിന് ഇപ്പോൾ ഒരു ചെറിയൊരു ചെറുവിരലിന് ഒരു മൈലാഞ്ചി ഇട്ടാലോ, ആ ചെറുവിരലിന് എത്രയാണ് ഇട്ടത്? എത്ര ഹറാമായി പോയി. ഈ ഒരു അമ്പിളിമാമൻ ചെറിയൊരു വട്ടത്തിലൊരു ഇവിടെ ഒന്ന് ഇട്ടാലോ, അത്രയും ഹറാമായി പോയി. അത് പുരുഷനിട്ടാൽ ഹറാമാണ്, സ്ത്രീക്ക് ഹലാലാണ്. എന്നാൽ പട്ടുവസ്ത്രം ധരിക്കൽ പുരുഷന് ഹറാമാണ്, സ്ത്രീക്ക് ഹലാലാണ്. സ്വർണം ധരിക്കൽ പുരുഷന് ഹറാമാണ്, സ്ത്രീക്ക് ഹലാലാണ്. അപ്പൊ എയർപോർട്ടിൽ നിന്ന് കസ്റ്റംസ് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴുത്തിലിട്ടാലോ, അത്രയും നേരം ഇട്ടതിന്റെ കുറ്റം നമുക്ക് ലഭിക്കുക. സ്വർണം പാടില്ല, സ്വർണം ധരിക്കരുത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ധരിക്കാൻ പാടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയത് ഹറാമാക്കാനും പോകരുത്, അതുപോലെ തന്നെ ഹറാമാക്കിയത് ഹലാലാക്കാനും പോകാൻ പാടില്ല. ഇനി ഇബാദത്ത് തന്നെ കറാഹത്തുള്ള ടൈമുണ്ട്, ഹറാമുള്ള ടൈമുണ്ട്. നോമ്പ് നോൽക്കൽ കറാഹത്ത് വരുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ ഇതുവരെ ഒരു നോമ്പ് നോറ്റിട്ടില്ല, ഒരു സുന്നത്തായ നോമ്പ് തുടങ്ങുകയാണ്, ആ വെള്ളിയാഴ്ച തുടങ്ങരുത് എന്ന് മഹത്തുക്കൾ പറയും. ഒരു മുത്തലക്കായിട്ടൊരു നോമ്പ്, നേരെ മറിച്ച് മുതലായ 30 നാളിൽ മുല പൊടിക്കുന്നാളിൽ മുലനെ തൊടാതോവിന്റെ മാലയിൽ നമ്മൾ കാണാം. അപ്പൊ ആ രൂപത്തില് എല്ലാ ദിവസവും നോമ്പാണ്. അല്ലാഹു തആല പറഞ്ഞ 5 ദിവസം ഒഴികെ എല്ലാ ദിവസവും അദ്ദേഹത്തിന് നോമ്പാണ്. അപ്പൊ പിന്നെ വെള്ളിയാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച അദ്ദേഹം അയ്യാമു തശ്രീഖ് കഴിഞ്ഞ് വെള്ളിയാഴ്ച നോറ്റു എന്നതുകൊണ്ട് പ്രശ്നമല്ല. നേരെ മറിച്ച് ഒരു നോമ്പ് തുടങ്ങുക, അതിന്റെ സ്റ്റാർട്ടിങ് വെള്ളിയാഴ്ച ആക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെ തന്നെ അദ്ദേഹത്തിന് ഫർള് ഖളാ വീട്ടാനുണ്ട് എങ്കിൽ പിന്നെ അവിടെ വെള്ളിയാണ് എന്നോ, അതുപോലെ തന്നെ ശഅബാൻ 15-ന്റെ ശേഷമാണ് എന്ന് ഒന്നും നോക്കാൻ പാടില്ല. ഫർള് ഖളാ വീട്ടാനുണ്ടോ, അവിടെ ഒരു ഓപ്ഷനുമില്ല, വേഗം ഖളാ വീട്ടണം എന്നതാണ്. ശഅബാൻ 15-ന്റെ ശേഷം ഒരു സുന്നത്ത് നോമ്പെടുക്കൽ കറാഹത്തുണ്ട് എന്ന് കരുതിയിട്ട് പലപ്പോഴായി പലരും വിളിച്ചു ചോദിക്കുകയാണ്, ഫർള് ഖളാ വീട്ടാനുണ്ടായിരുന്നു, എന്താ ചെയ്യുക, ശഅബാൻ 15 ഒന്നും നോക്കാനില്ല, വേഗം ഖളാ വീട്ട് തന്നെ, അതാണ് അതിന്റെ നിയമം. അങ്ങനെ നമ്മൾ പലതും ശ്രദ്ധിക്കാനുണ്ട്. ഉദാഹരണത്തിന് അസറിന്റെ ശേഷം സുന്നത്ത് നിസ്കാരങ്ങളില്ല, സുബഹിക്ക് ശേഷം സുന്നത്ത് നിസ്കാരമില്ല. അപ്പൊ ഒരാൾ പള്ളിയിലേക്ക് വന്നു, വുളു എടുത്തു, ഇഖാമത്ത് കൊടുത്തു, പിന്നെ അദ്ദേഹം സുന്നത്തെല്ലാം നിസ്കരിക്കേണ്ടത് വേഗം ജമാഅത്തിൽ പങ്കെടുക്കണം.
ജമാഅത്തിൽ പങ്കെടുക്കും, ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞു എങ്കിൽ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിന്റെ ടൈം സൂര്യൻ ഉദിക്കുന്നത് വരെ സമയമുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ സുബ്ഹിന്റെ ശേഷം സുബ്ഹിക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കാം. ഇതേ രൂപത്തിൽ അസറിന് ഒരാൾ പള്ളിയിലേക്ക് വന്നു, ഇഖാമത്ത് കൊടുത്തു. ഇഖാമത്ത് കൊടുത്താൽ വേഗം പിന്നെ സുന്നത്ത് നിസ്കരിക്കല്ല വേണ്ടത്, വേഗം അദ്ദേഹം ആ അസർ നിസ്കാരത്തിൽ കൂടി അസറിന്റെ ശേഷം അതിന്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കണം. ഇനി ഒരുപാട് വിഷയങ്ങൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരാൾ അസറിന്റെ ശേഷം യാത്ര പോവുക, അല്ലെങ്കിൽ സുബഹിന്റെ ശേഷം യാത്ര പോവുക. അങ്ങനെ സുബഹിന്റെ ശേഷം അല്ലെങ്കിൽ അസറിന്റെ ശേഷം യാത്ര പോവുകയാണെങ്കിൽ അദ്ദേഹം യാത്രയുടെ സുന്നത്ത് പോലും നിസ്കരിക്കരുത് എന്നതാണ് മുഅ്തമദായ അഭിപ്രായം. കാരണം അസറിന്റെ ശേഷം അങ്ങനൊരു തേട്ടം ഇല്ല എന്ന് ഫുഖഹാക്കൾ പറയുകയാണ്. അങ്ങനെ എത്രത്തോനെ ഒരാൾ ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ വന്നാൽ ഖുത്ബ തുടങ്ങി. ആ ഖുത്ബ തുടങ്ങിയാൽ പിന്നെ അദ്ദേഹത്തിന് തേട്ടമുള്ളത് വെറും തഹിയ്യത്ത് നിസ്കാരം മാത്രമാണ്. പിന്നെ അതിന്റെ റവാത്തിബ് സുന്നത്ത് ഉണ്ടെങ്കിൽ ഖുത്ബ കഴിഞ്ഞ് ജുമുഅ കഴിഞ്ഞതിന് ശേഷം പിന്നെ റവാത്തിബ് നിസ്കരിക്കണം എന്നതാണ്. പിന്നെ ആ തഹിയ്യത്തിന്റെ കൂടെ ളുഹറിന്റെ മുമ്പുള്ള ഒരു 2 റക്അത്തിന്റെ നിയ്യത്ത് വെച്ചു എന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് തഹിയ്യത്താണ് അദ്ദേഹത്തിനോടുള്ള തേട്ടം. എന്നിട്ടോ ആ ഖുത്ബ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. പലപ്പോഴായി ഖുത്ബ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് പലരും പള്ളിയിലേക്ക് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഷോപ്പ് ഉണ്ടെന്ന് കരുതാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെന്ന് കരുതാം. എല്ലാ തിരക്കുകളും 11 മണി ആകുമ്പോഴേക്ക് നിർത്തിവെച്ച് പള്ളിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. കടകളാകട്ടെ, ഷോപ്പുകളാകട്ടെ, ടീ സ്റ്റാളുകളാകട്ടെ, 11 മണിക്ക് എൻ്റെ കട പൂട്ടും. അപ്പോൾ പലരും ഇങ്ങനെ വീക്ഷിക്കും, 11 മണിക്ക് പൂട്ടില്ലേ, ഇന്ന് വെള്ളിയാഴ്ച. അപ്പൊ മറ്റുള്ളവർക്കും തോന്നും 11 മണിക്ക് പൂട്ടിയിട്ട് പള്ളിയിലേക്ക് വരണം എന്നൊരു നല്ല ഒരു ബോധം അവർക്ക് വരും. അല്ലെങ്കിലോ ബാങ്ക് കൊടുത്തിട്ടും പൂട്ടണില്ല, ഖുത്ബ തുടങ്ങാൻ നേരത്ത് തപ്പിപ്പിടിച്ച് നമ്മൾ വരുന്നൊരു രൂപം നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം ആ ഒരു കച്ചവടത്തിൽ നമുക്ക് അത്ര വലിയ ബർക്കത്തുണ്ടാകൂല. 11 മണിക്ക് നമ്മുടെ ഷോപ്പ് നമ്മൾ പൂട്ടി പള്ളിയിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ ഇരട്ടി ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഷോപ്പിൽ അല്ലാഹു നൽകുമാറാവട്ടെ. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇതിനു വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ഖുത്ബ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ട് ഫർദിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഈ 2 ഖുത്ബ എന്നുള്ളത്. അത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതുകൊണ്ടല്ലേ മാഇശറ വിളിക്കുമ്പോ മുഅദ്ദിൻ വിളിച്ചു പറയുന്നത്, ഇദാ സ്വൈദൽ ഖതീബു അലൽ മിമ്പർ ഫലാ യതകല്ലമന്ന അഹദ്. ഇമാം മിമ്പറിൽ കയറിയാൽ ഫലാ യതകല്ലമന്ന അഹദ്, നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല. വമൻ തകല്ലമ, വല്ലവനും സംസാരിച്ചാൽ ഫഖദ് ലഗാ, അവന്റെ ജുമുഅ ബാത്തിലായി പോയി. വമൻ ലഗാ, അവന്റെ എല്ലാം പിഴവിനായി പോയി. ആ പിഴവ് സംഭവിച്ചാൽ ഫലാ ജുമുഅത അലൈഹി, അവൻക്ക് ജുമുഅ ഇല്ല, അവന് ജുമുഅ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇസ്മഉ വഅൻസിതു റഹിമകുമുല്ലാഹ്, ആ ഖുത്ബ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മിണ്ടാതിരിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പലപ്പോഴായി മൊബൈലിൽ കളിക്കുന്നവർ, സുബ്ഹാനല്ലാഹ് ചാരിയിരിക്കുന്നവർ, മുട്ടുകെട്ടിയിരിക്കുന്നവർ, അങ്ങനെ ഒന്നും ഇരിക്കാൻ പാടില്ല. ജുമുഅക്ക് വന്നാൽ ഖുത്ബ തുടങ്ങി അതിന്റെ മുമ്പ് നമ്മൾ കാലിനൊക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ഇരുന്നാലും ഖുത്ബ തുടങ്ങിയോ നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്ന ആ ഇരുന്ന് വളരെ ഭക്തിയോടുകൂടെ അതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം. അതിന്റെ ഇടയിൽ അല്ലാഹുവിനെ പുകഴ്ത്തുന്ന വാചകങ്ങൾ വന്നാൽ സുബ്ഹാനഹു വ തആല വലാ ഇലാഹ ഇല്ലാഹു, ഉദാഹരണത്തിന് ഖാലല്ലാഹു അസ്സ വജൽ, അപ്പോൾ എന്ത് പറയണം? സുബ്ഹാനഹു വ തആല വലാ ഇലാഹ ഇല്ലാഹു. ഖുത്ബയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ് കലാമു റബ്ബിൽ ആലമീൻ. ഉടനെ പറയണം സുബ്ഹാനഹു വ തആല വലാ ഇലാഹ ഇല്ലാഹു. പലപ്പോഴും പലരുടെയും ശബ്ദം ഉയരുന്നില്ല, ഇങ്ങനെ ഉണ്ടാതിരിക്കുകയാണ്. നമ്മളൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവരാണ്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഖതീബ് കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഉടൻ എന്ത് ചൊല്ലണം?
സുബ്ഹാനഹു വ തആല വലാ ഇലാഹ ഇല്ലാഹു. അങ്ങനെ പള്ളി ഇങ്ങനെ നല്ല മുഴങ്ങുന്ന രൂപത്തിലാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. ഖാല നബിയുനാ വഹബീബുനാ വശഫീഉനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ മുഴങ്ങണം, സ്വലാത്ത് മുഴങ്ങണം. അതുപോലെ മഹദികളുടെ പേര് കേൾക്കുമ്പോൾ ആയിഷത റളിയല്ലാഹു അൻഹാ, അതുപോലെ മഹാന്മാരുടെ പേര് കേൾക്കുമ്പോൾ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു. കണ്ടില്ലേ, ആ രൂപത്തിൽ നമുക്ക് തർദിയത്ത് ചൊല്ലാൻ കഴിയണം. അമ്പിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം, സബീഹുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. ഈ രൂപത്തിൽ ഇങ്ങനെ മുഴങ്ങണം, ഓരോന്നിൻ്റെ ഇടയിൽ ഇങ്ങനെ മുഴങ്ങണം. അല്ല നമ്മളിങ്ങനെ ഒരു ഹാവുലായി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രൂപം അടുത്ത ജുമുഅ മുതൽ നമ്മുടെ മരണം വരെ ഉള്ള ഒരു ജുമുഅയും ഉണ്ടാകരുത്. അല്ലാഹു ആ രൂപത്തിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും തർദിയത്ത് ചെല്ലേണ്ട ഭാഗത്ത് തർദിയത്ത് ചെല്ലാനും, മഹാന്മാരെ പേര് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ മഹദികളുടെ പേര് കേൾക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഇതൊക്കെ ചൊല്ലേണ്ടത് ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഖുത്ബ, ആ ഖുത്ബയിൽ അവസാന ഭാഗങ്ങളിലേക്ക് എത്തിയാൽ എന്തായാലും 4 ഖലീഫമാരുടെ പേര് പറയും. ആ ഖലീഫമാരുടെ പേര് പറയുമ്പോൾ ഉടനെ നമ്മൾ തർദിയത്ത് ചൊല്ലാൻ മറന്നു പോകരുത്. ഉടനെ പറയും أمير المؤمنين أبو بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن أبي طالب. ഇങ്ങനെ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ തർദിയത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ പള്ളിയിലേക്ക് ഇങ്ങനെ വന്നു പുതുമുഖങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഗസ്റ്റായിട്ട് ചിലപ്പോൾ വാഹനം നിർത്തിയിട്ട് നമ്മുടെ പള്ളിയിലേക്ക് വരുമ്പോൾ ആ പള്ളിയിലുള്ള ജനങ്ങളും വളരെ ഉഷാറാണെന്ന് പറയാനും വേണ്ടിയിട്ടല്ല, പക്ഷേ നമ്മൾ ആ രൂപത്തിൽ ആയിത്തീരണം. അപ്പോഴാണ് ആ ഒരു പള്ളിക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യും, നമുക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യും. അല്ല നമ്മളിങ്ങനെ തർദിയത്ത് കേട്ടിട്ട് ഇങ്ങനെ ആവുലായിട്ടിരിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ നല്ല ഭക്തിയോടുകൂടെ തർദിയത്ത് ചെല്ലണം, സ്വലാത്ത് ചെല്ലണം. ഇതേ രൂപത്തിൽ കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ചൊല്ലും സുബ്ഹാനഹു വ തആല വലാ ഇലാഹ ഇല്ലാഹു. ഇതൊക്കെ നമ്മൾ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഖതീബ് ഇടയിൽ ഇരിക്കുമല്ലോ, ഫഖദ് ഫാസ ഫൗസൻ അദീമാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നാൽ അവിടെ ഖതീബ് സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. പറ്റുമെങ്കിൽ ഒരു ചെറിയ ദുആയെങ്കിലും അവരുടെ മനസ്സിൽ അവർ ദുആ ചെയ്യും. അതേ രൂപത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾ പഴയ പള്ളിയിലൊക്കെ പോയാൽ എല്ലാവരും കൂടെ കൂട്ടത്തോടെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലം ഇതിങ്ങനെ ഉച്ചത്തിൽ ചൊല്ലുന്നത് കേൾക്കാൻ കഴിയുക. പക്ഷേ ഇതൊക്കെ എപ്പോഴും എടുത്തു കളഞ്ഞിങ്ങനെ പോവുകയാണ്. അവിടെയും ഇവിടെ ഏതോ ഒരു മൂലയിൽ ആരെങ്കിലും ചൊല്ലിയാൽ ചൊല്ലി ആ ഒരു തലമുറയും കൂടെ കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ പള്ളിയിലെ അവസ്ഥ? അല്ലാഹു കാക്കുമാറാവട്ടെ. അപ്പൊ നമ്മൾ ആ ഖുത്ബന്റെ ഇടയിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവോട് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മുടെ മുറാദ് മനസ്സിൽ വെച്ചിട്ട് പടച്ചോനെ എൻ്റെ മുറാദൊക്കെ ഹാസിലാക്കി തരണം എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്തായാലും അതിന് ഉത്തരം നൽകുമെന്നുള്ള ഉറപ്പാണ്. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. അതേ രൂപത്തിൽ ഖതീബ് ഇങ്ങനെ ഒന്നും അവസാന ഘട്ടത്തിലേക്ക് എത്തിയാൽ ദുആ ചെയ്യും. ഖതീബിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഷർത്തുകളുണ്ട്. അദ്ദേഹം മിമ്പറിൽ കയറുമ്പോൾ വലത് കാല് വെച്ച് കയറി അദ്ദേഹത്തിൻ്റെ വാള് ഇടത് കൈയിലാക്കണം. അത് തന്നെ അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്താൻ പാടില്ല. അപ്പൊ മുഅ്മിനീങ്ങളാണ് ഖതീബ് ഉയർത്തണില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. ഖതീബിന്റെ നിയമം വേറെയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ ദുആ ചെയ്യുന്ന സമയത്ത് കൈ ഉയർത്തണം. ഖതീബ് ഉയർത്തുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കരുത്. ഖതീബിനെ ഉയർത്തരുത് എന്നാണ് ഖതീബിന്റെ നിയമം. അപ്പൊ നിങ്ങൾ എന്താക്കണം? ഖതീബ് ഇങ്ങനെ ദുആയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. നന്നായി ഭക്തിപൂർവ്വം ആമീൻ പറയണം.
ഇതിലൊക്കെ വളരെ കടുകട്ടിയുള്ള നമുക്ക് രക്ഷയുള്ള ഒരു ഭാഗമാണ് പഠിച്ചോനെ നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആവുലായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്നുണ്ടാവും. ഈ രൂപത്തിൽ ഉണ്ടാകരുത്. അല്ലാഹുവിനോട് നമ്മൾ നരകത്തിൽ നിന്ന് കാവൽ തേടേണ്ട ഭാഗം നമുക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു ഉറക്കമില്ലാതെ നമ്മൾ വളരെ ഭക്തിപൂർവ്വം ആമീൻ ആമീൻ എന്ന് പറയണം. അല്ലാഹു നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കണം. അല്ലാഹു നമ്മെ എല്ലാവരെയും ആഖിറത്തിൽ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് ഈ ആക്രമ വീഴ്ച ചെല്ലണം. അല്ലാഹു നമ്മുടെ സദസ്സ് നമ്മളിൽ നിന്ന് പ്രബലമാറാവട്ടെ. അടുത്തോട്ട് പോകും. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحادث العامم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك به إذا الكريم تجلى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمى إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا متى تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل صحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنهت عذبات الباني ريح صبا وأدرب العيسها للعيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله ثم رضا عن أبي بكر وعن عمر
حبيب الله سيدنا رسول الله الله سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ഒരുപാട് അമ്പിയാക്കൾ അതിലേറെ ഔലിയാക്കൾ അവരെല്ലാം മൗതായില്ലേ അലം ഖബറിലല്ലേ മൗലായ ഇന്നലെ ജീവിതത്തിൽ ഇന്നല പള്ളിക്കാട്ടിൽ നാളെ മഹ്ശറയിൽ നാദന്റെ സന്നിധിയിൽ മൗലായ لله من آمن